ഓക്കെ, ടെലസ്കോപ്പ് രണ്ട് ടൈപ്പ് ആണുള്ളത്, റിഫ്രാക്റ്റിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. ഓക്കെ, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. സൗരഭ ക്യാമറ ഓൺ ചെയ്തോട്ടോ. ഓക്കെ, അപ്പൊ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് വരക്കാനായിട്ട് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരച്ചില്ലേ? അപ്പൊ നമ്മൾ എത്ര ലെൻസ് എടുത്തായിരുന്നു? എത്ര ലെൻസ് നമ്മൾ വരച്ചു? 2 എണ്ണം, ഒബ്ജക്റ്റീവും ഐ പീസും വരച്ചു. അതുപോലെ തന്നെ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ നമുക്ക് എന്ത് വേണം? 2 ലെൻസ് വേണം, ഒബ്ജക്റ്റീവും ഐ പീസും. ഓക്കെ, അപ്പൊ 2 ലെൻസ് വരക്കാം. സ്കെയിൽ വെച്ച് വരക്കണേ കറക്റ്റ് ആയിട്ട്. ഒരു ഒബ്ജക്റ്റീവ് ലെൻസ്, ഒരു ഐ പീസ് ലെൻസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് വരച്ചു, ഒരു ഐ പീസ് ലെൻസ് വരച്ചു. ഇനി നമ്മൾ ടെലസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സാധാരണ ടെലസ്കോപ്പ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹെവൻലി ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, റേസ് വരുന്നു. ഫസ്റ്റ് റേ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. സെക്കൻഡ് വൺ നമ്മൾ ലെൻസിൽ ടച്ച് ചെയ്ത് ഫോക്കസിൽ കൂടെ കൺവേർട്ട് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്. നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഇത് ഞാൻ F0 എടുക്കണേ, ഇമേജ് IM. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചപ്പോ വർക്കിംഗ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് എവിടെയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ലെൻസ് നമ്മൾ വെച്ചു, റേസ് വരുന്നു, ടച്ച് ചെയ്ത് ഒരെണ്ണം ഫോക്കസിൽ കൂടെ പോകുന്നു. അടുത്ത റേ വരുന്നത് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇമേജ് ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സെക്കൻഡ് ലെൻസ്, ഐ പീസ് ലെൻസിന്റെ ഒബ്ജക്ട്, ഐ പീസ് ലെൻസിന് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണിന്റെ ഇമേജ് എവിടെയാണോ കിട്ടിയത് അതാണ് നമ്മൾ സെക്കൻഡ് വണ്ണിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയ? ഫസ്റ്റ് വണ്ണിന്റെ റേസ് ഇവിടെ നിന്ന് വരുന്നു, നമുക്ക് ഇമേജ് ഇവിടെ കിട്ടി. ഇനി സെക്കൻഡ് ലെൻസ്, അതായത് ഈ ഐ പീസ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് വണ്ണിന്റെ ഇമേജ് ഇവിടെ കിട്ടി. ഇതാണ് നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഒബ്ജക്റ്റിൽ കൂടെ റേസ് പോകുന്നു. ഫസ്റ്റ് വൺ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോയി, സെക്കൻഡ് വൺ ടച്ച് ചെയ്ത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് റേസ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ 2 റേസും എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരക്കുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ടെലസ്കോപ്പ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരക്കണേ. ഫസ്റ്റ് തന്നെ 2 ലെൻസ് വരച്ച്, ഫസ്റ്റ് തന്നെ 2 ലെൻസ് വരക്കാം. ഒരെണ്ണം ഒബ്ജക്റ്റീവും ഒരെണ്ണം ഐ പീസും. ആ സ്റ്റെപ്പ് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫിഗറിൽ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഫസ്റ്റ് ചെറിയ ലെൻസ് അല്ലേ വെച്ചത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിഗ്ഗർ ലെൻസ് വെച്ചത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് വരക്കുമ്പോൾ നമുക്ക് 2 ലെൻസ് വേണം. സ്റ്റെപ്പ് ആയിട്ട് ഓർത്തിരിക്കണേ. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിന് 2 ലെൻസ് വേണം, ഒബ്ജക്റ്റീവ് ലെൻസും വേണം, ഐ പീസ് ലെൻസും വേണം. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് വരുന്നു. റേ ഓഫ് ലൈറ്റ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ ട്രാവൽ ചെയ്ത് പോകുന്നു.
ഈ വർക്കിംഗ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് പഠിക്കുമ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൂടെ പഠിക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. റേസ് ഓഫ് ലൈറ്റ് വരുന്നു, ഒപ്റ്റിക് സെന്ററിൽ പാസ് ചെയ്യുന്നു, റേസ് പോകുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു റേ ലെൻസിൽ തട്ടി ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇമേജ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി സെക്കൻഡ് ലെൻസിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് ഇമേജ് കിട്ടുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുക്കുന്നത്? ഫസ്റ്റ് ലെൻസിൽ കിട്ടിയ ഇമേജ്, അതാണ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഇതാണ് ഈ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ്. ഇതാണെങ്കിൽ ഇതിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് പോകുന്നു. ഫസ്റ്റ് റേ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു, സെക്കൻഡ് വൺ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരക്കുമ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത്. ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതിനു മുമ്പ് ഈ ഡിസ്റ്റൻസ് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് FO എന്ന് പറഞ്ഞെടുക്കാം. ഇതിനെ O ഡാഷ് എന്ന് കൊടുക്കണേ. ഐ പീസ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ O എന്ന് പറഞ്ഞു കൊടുത്തു. ഐ പീസ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ O ഡാഷ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നോക്കിക്കേ, ഓയിൽ നിന്ന് ഫസ്റ്റ് ലെൻസിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് FO എന്ന് പറഞ്ഞെടുത്ത്, അതുപോലെ തന്നെ സെക്കൻഡ് ലെൻസിന്റെ ഐ പീസ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് FE എന്ന് പറഞ്ഞെടുത്തു. ഓക്കെ, ഫിഗർ വരച്ചേ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ആംഗിൾ കൂടി ഇതിൽ മാർക്ക് ചെയ്യാനുണ്ട്. ഈ ആംഗിള് റേ ഓഫ് ലൈറ്റും ഈ റേയും ഈ പ്രിൻസിപ്പൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ നമുക്ക് ആൽഫ ആയിട്ട് എടുക്കാം. ഇനി ഈ റേയും ഇവിടെ വരുന്ന ഈ ഒരു ലൈറ്റും ഈ ഒരു റേയും തമ്മിലുള്ള ആംഗിൾ നമുക്ക് ബീറ്റ ആയിട്ട് എടുക്കാം. ഈ രണ്ട് ആംഗിളും കൂടെ മാർക്ക് ചെയ്യണേ. പ്രിൻസിപ്പൽ ആക്സിസും ഈ ഒരു ഇൻസിഡന്റ് ലൈറ്റ്, അതായത് ഈ ഒരു ആംഗിളും നമുക്ക് എന്തായിട്ട് എടുക്കാം? ആൽഫ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസും ഇവിടെ വരുന്ന ഈ റേ ഇത് തമ്മിലുള്ള ആംഗിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ബീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ, ഫിഗർ പെർഫെക്റ്റ് ആയിട്ട് വരക്കണം. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, ഒന്നെങ്കിൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ്, അല്ലെങ്കിൽ ടെലസ്കോപ്പ്. ഇതിൽ നിന്ന് ഒരെണ്ണം ഉറപ്പായിട്ടും എന്തായാലും ചോദിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കലിനേക്കാൾ കൂടുതലും ചോദിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോ, ഡിറൈവ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. ന്യൂമറിക്കൽ ചോദിക്കാൻ സാധ്യതയുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് ചോദിക്കുന്നത്. പിന്നെ കൂടി പോയാൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രിസം നമ്മൾ പഠിച്ചില്ലേ, പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങൾ 10th ചെയ്തായിരിക്കും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/f = 1/v - 1/u ഇല്ലേ, അത് യൂസ് ചെയ്തിട്ടുള്ളത് ചോദിക്കാറുണ്ട്. കൂടുതലും ചോദിച്ച് കണ്ടേക്കുന്നത് ഡെറിവേഷൻ ആണ്. എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഒരു ഡെറിവേഷൻ ഉറപ്പായിട്ട് ഒപ്റ്റിക്സിൽ നിന്ന് ഉണ്ടാവും എന്തായാലും. അതിപ്പോ ഈ സെഷനിൽ നിന്നും, ഒരു ഡെറിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെഷനിൽ നിന്ന് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ട് വരച്ച് ക്ലിയർ ആയിട്ട് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. വരക്കണതിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കി വരക്കുക. കോമ്പൗണ്ടും ടെലസ്കോപ്പും മാറിപ്പോരുത്, അതുപോലെ തന്നെ വരക്കുക. പിന്നെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. പിന്നെ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ ഇല്ലേ, ഇതെല്ലാം കോൺകേവ്, കോൺവെക്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. കുറച്ച് ടൈം എടുക്കും, ഒപ്റ്റിക്സ് പഠിക്കാൻ നല്ല ടൈം എടുക്കും. എന്നാലും ചെയ്ത് എഴുതി തന്നെ പഠിച്ചിട്ട് പോകണം. മിസ്റ്റേക്ക് വന്ന് വെറുതെ മാർക്ക് കളയരുത്. കാരണം ഡയറക്റ്റ് ചോദിക്കണ ഒരു ചാപ്റ്റർ ആണ് ഇത്, പക്ഷെ അതിൽ നിന്ന് തെറ്റിക്കാറുണ്ട്. ഇത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് എഴുതി പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട്, ഒപ്റ്റിക്സിന് വെയിറ്റേജ് കൂടുതലുള്ളതാണ്, അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേഷൻ കിട്ടില്ല, മറന്നു പോകും, തെറ്റിക്കും. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കുക. ഒപ്റ്റിക്സ് ഇഷ്ടമായ ഈ ചാപ്റ്റർ ഇതോടെ കഴിഞ്ഞു, ടെലസ്കോപ്പ് കൂടെ കഴിയുമ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്റർ പഠിച്ചിട്ട് എന്ത് തോന്നുന്നു? അലമ്പാണ്. ഓക്കെ, ഗൗരിയുടെ അഭിപ്രായം അലമ്പാണ്. ബാക്കിയുള്ളവർ ദേവ പിന്നെ സെയിം തന്നെ പറയുള്ളല്ലോ. ദേവക്ക് അടുത്തിരിക്കുന്നവരുടെ ഒപ്പീനിയൻ കൂടുതലായിരിക്കും. അച്ഛന്ത് കുഴപ്പമില്ല. അഖിലിനെ എങ്ങനെ ഇഷ്ടപ്പെട്ട ഈ ചാപ്റ്റർ? ഇല്ല. അനന്തുവിന് ഇഷ്ടമായി. ബാക്കിയുള്ള ചേച്ചിമാർ റിപ്ലൈ ഒന്നുമില്ല, കുഴപ്പമില്ല, അവര് മീഡിയ നിക്കോളൂ എപ്പോഴും. ഇത് മാറ്റി തന്നെ. ഓക്കെ, ഇനി എലൈഷക്കും ആശക്കും എന്താ അഭിപ്രായം? പാടാണോ? അപ്പൊ എഴുതി പഠിച്ചോ ഈ ചാപ്റ്റർ. അക്വിനും ആൽവിനും ഒരു അഭിപ്രായമായിരിക്കും ഇനി എന്തായാലും, അല്ലേ? ജെഫ്രിന് എങ്ങനെയുണ്ട് ഒപ്റ്റിക്സ്? ക്ലാസ്സിൽ കഴിഞ്ഞല്ലേ? ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ ചാപ്റ്റർ ഇന്നത്തോടെ എന്തായാലും തീർന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഫിഗർ വരച്ചാ അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ടെസ്റ്റ് ഇട്ടാലോ? ഒപ്റ്റിക്സ്
ഒരു ടെസ്റ്റ് ഇട്ടാലോ, ഒപ്റ്റിക്സ് ഒരു ടെസ്റ്റ് ഇട്ടാലോ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം പഠിച്ചു പോയിട്ട് ഒപ്റ്റിക്സ് പഠിക്കാതിരിക്കും ലാസ്റ്റ് സ്കൂളിൽ എക്സാമോ? പ്രോജക്റ്റ് ഒക്കെ സൈഡായിട്ട് പോയി. എന്നാ നമുക്ക് വേറൊരു ദിവസം വെക്കാം, കാരണം അക്വിൻ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, വെള്ളിയാഴ്ച അക്വിൻ ഉണ്ടാവില്ല. വേണ്ട, അക്വിൻ ഉണ്ടാവില്ല. അതാ, ദേവ ഉണ്ടാവില്ല, അക്വിൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ട്യൂസ്ഡേ. ഓക്കെ, ഇത് വരച്ചു കഴിഞ്ഞാ വരുമ്പളേ ഞാൻ ഇടുള്ളൂ. വരട്ടെ, പോയിട്ട് വരട്ടെ. നിനക്ക് ഞാൻ പഠിപ്പിച്ചത്. വരച്ചു കഴിഞ്ഞാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ചാപ്റ്റർ ഒന്ന് തീർത്തോട്ടെ. വരച്ചു കഴിഞ്ഞേ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റേതുപോലെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ എടുത്താൽ മതി. ഓക്കെ, ആംഗിൾ ബീറ്റ ബൈ ആൽഫ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടും. ബീറ്റ നമുക്ക് ടാൻ ബീറ്റ എടുക്കാം. ടാൻ ബീറ്റ ഈക്വൽ ടു, നോക്കിക്കേ, ടാൻ ബീറ്റ ഈക്വൽ ടു എങ്ങനെ ഒരു അച്ഛൻ പറഞ്ഞേ? im ബൈ i o ഡാഷ്. ഓക്കെ, ദെൻ ടാൻ ആൽഫ, ദേവ പറഞ്ഞോ. ടാൻ ആൽഫ ഈക്വൽ ടു im ബൈ പറഞ്ഞോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് io. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ബീറ്റ നമുക്ക് ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ ആൻഡ് ടാൻ ആൽഫ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? m ഈക്വൽ ടു im ബൈ io ഡാഷ് ഡിവൈഡഡ് ബൈ im ബൈ io. im ക്യാൻസൽ, ബാക്കിയുള്ളത് io ബൈ io ഡാഷ്. ഓക്കെ, io എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഒപ്റ്റിക് സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് FO ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഐപീസ് ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് FE ആയിട്ട് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? io ബൈ io ഡാഷ് ഈക്വൽ ടു, io എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്റർ തൊട്ട് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് FO ഡിവൈഡഡ് ബൈ io ഡാഷ് FE. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു FO ബൈ FE. ഓക്കെ, ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസ് പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു, ഈ ഐപീസ് ലെൻസില് ഇമേജ് ഫോം ചെയ്യുന്നത് സെയിം സൈഡിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് L ഈക്വൽ ടു എടുത്തത് ഓർക്കുന്നുണ്ടോ? V ഈക്വൽ ടു മൈനസ് D എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തില്ലേ? അതുപോലെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? m ഈക്വൽ ടു FO ബൈ FE 1 പ്ലസ് D ബൈ FE എന്നും പറഞ്ഞും എഴുതി വെക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. അതുകൂടെ എന്നാലും എഴുതി വെച്ചേക്ക്. ഇത് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ല? ഐപീസ് ലെൻസിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഐപീസ് ലെൻസിൽ രണ്ട് സെയിം സ്ഥലത്ത് തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മിറർ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ, 1 ബൈ F ഈക്വൽ ടു 1 ബൈ V മൈനസ് 1 ബൈ U. ഇവിടെ നമ്മൾ V വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് m ഈക്വൽ ടു എന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ കേസ് യൂസ് ചെയ്യാം. എന്നാൽ ഇതാണ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, വേഗം എഴുതിക്കും. ഇതോടെ എഴുതി ബോക്സ് ചെയ്ത് വെച്ചോട്ടാ. പോയിക്കോട്ടെ എന്നാ, വിടാം. ഓക്കെ, കഴിഞ്ഞില്ലേ? അതിന് റിസോൾവിംഗ് പവർ കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഇനി എഴുതി വെച്ചോ. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് യൂസ് ചെയ്യാതെ? ടെലസ്കോപ്പ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? റിഫ്രാക്റ്റിംഗും ഉണ്ട്, റിഫ്ലക്റ്റിംഗും ഉണ്ട്. റിഫ്ലക്റ്റിംഗ് പൊതുവെ നമുക്ക് ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ല, ആ ഡയഗ്രാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ റിഫ്രാക്റ്റിംഗും ചിലപ്പോൾ റിഫ്ലക്റ്റിംഗും ചോദിക്കാൻ സാധ്യതയുണ്ട്. റിഫ്ലക്റ്റിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ആ ഫിഗർ വരച്ച് ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്തുകൊണ്ടാണ് റിഫ്രാക്റ്റിംഗ് മാറ്റിയിട്ട് നമ്മൾ റിഫ്ലക്റ്റിംഗിലേക്ക് പോകാൻ കാര്യം എന്തായിരിക്കും? പല കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന് പറയാനാണെങ്കിൽ ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ടാവും. ക്രോമാറ്റിക് അബ്രേഷൻ എന്താ? അതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ക്രോമാറ്റിക് അബ്രേഷൻ?
അതായത് ക്രോമാറ്റിക് അബ്രേഷൻ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ആ റേസ് വരുന്നത് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ നോക്കിക്കേ, ഈ ഫസ്റ്റ് ലെൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെൻസ് ഇവിടെ ബിഗർ ലെൻസ് ആണ്, അതുകൊണ്ട് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് ഇവിടെ വേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ആ പ്രശ്നമില്ല. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തിലേക്ക് വന്നത്? സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കോമ്പൗണ്ടിലേക്ക് പഠിച്ചു വന്നത്. അതുപോലെ ഇവിടെ റിഫ്രാക്റ്റിംഗില് നോക്കിക്കേ, ഈ ലെൻസ് ബിഗർ ലെൻസ് ആണ്, അതുകൊണ്ട് ഇതിന് എപ്പോഴും ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് വേണം. ക്ലിയർ ഇമേജിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് എന്ത് കണ്ടുപിടിച്ചത്? റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ഡിസ്അഡ്വാൻറ്റേജ് എഴുതിക്കോ. ആ മെറ്റീരിയൽ തന്നെ എഴുതി വെച്ചാൽ മതി, എന്നാലും അത് ശ്രദ്ധിക്കോളൂ. ഇൻ എ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ജെഫ്രിന് മെറ്റീരിയൽ കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, അത് നോട്ടിൽ എഴുതിക്കോ കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജ് in a refracting telescope ഇതിനകത്തില്ല, അതാ ഞാൻ പറഞ്ഞ എഴുതിക്കോന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ബിഗർ. ഡി ഒരു മിനിറ്റ്, D/FE തന്നെയാണ്. അത് നോക്കണ്ട, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, പഴയ മെറ്റീരിയൽ ആണ്, മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഡെറിവേഷൻ ഇതിൽ പറയുന്നത് നോക്കിയാൽ മതി, ഞാൻ അതിൽ നോക്കാൻ പറയണത് നോക്കിയാൽ മതി. ഓക്കെ, മൈനസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മാഗ്നിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് വന്നേക്കുന്നത്. മൈനസ് പ്രശ്നമല്ല, 1 + D/FA വരുള്ളൂ. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിയാൽ മതി, നമ്മൾ ഇത് നോക്കിയാൽ മതി. എഴുതി, എവിടെ വരെ എഴുതി? ഇൻ എ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ബിഗർ, സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ബൈ ദെയർ എഡ്ജസ്. അതിന്റെ എഡ്ജസ് വലുതായതുകൊണ്ട് അതിനൊരു മെക്കാനിക്കൽ സപ്പോർട്ട് എപ്പോഴും വേണം, അതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏത് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന് നമ്മൾ ലെൻസ് അല്ല മിററാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ പ്രശ്നം ഉണ്ടാവില്ല. ഏത് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ വേണ്ട. ഇത് ലെൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കൺവെർജ് ചെയ്താ പോകുന്ന പ്രൈമറി റേസ് പോയി കോൺകേവിൽ തട്ടിയിട്ട് പിന്നെ കോൺവെക്സിലേക്ക് വരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം അവിടെ ഇല്ല. മിറർ ആയതുകൊണ്ടാണ്. ഇവിടെ ലെൻസ് ആണെങ്കിൽ അവിടെയും പ്രശ്നം വരും, പക്ഷെ നമ്മളവിടെ മിററാണ് യൂസ് ചെയ്യുന്നത്, അതാണ് മെയിൻ ഡിഫറൻസ്. മറ്റേതിൽ മിററാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്ത് മിററിലേക്കാണ് പോകുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, ഏതാണ് സെന്റൻസോ? difficult to support by their edges. Okay, അടുത്ത പോയിന്റ്, chromatic aberration is the main defect. chromatic aberration ആരാടാ എഴുതിക്കും. chromatic aberration is the main defect. അത് കഴിഞ്ഞിട്ട് എഴുതിക്കോ സെന്റൻസ്. chromatic aberration is the main defect. അടുത്ത സെന്റൻസ്, aberration. ഓക്കെ, അടുത്തൊന്ന് ശ്രദ്ധിച്ചേ, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. ആ ഫിഗർ ഒന്ന് നോക്കിക്കേ, നമുക്ക് ആ ഫിഗർ മാത്രമേ ജസ്റ്റ് പഠിക്കാനുള്ളൂ. ഫിഗർ നോക്കിക്കേ, രണ്ടുപേർക്കും മെറ്റീരിയൽ ഇല്ലേ? കൊണ്ടുവന്നിട്ടില്ല. ബാവും കിട്ടിയിട്ടില്ലേ? ഒരെണ്ണം കുറച്ചേരത്തേക്ക് അങ്ങോട്ട് കൊടുത്തേടാ, പിടിച്ചോ.
അഖില ഒന്ന് അവനും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കെ. അത് കുഴപ്പമില്ല, ഫിഗർ തന്നെ കാണിച്ചത്. ഓക്കെ, നോക്കിക്കേ, ഇത് കണ്ട റേ വരുന്നു, റേ ഓഫ് ലൈറ്റ് വരുന്നു, കോൺകേവ് മിററിൽ തട്ടിയിട്ടാണ് അത് എന്തിലേക്ക് പോകുന്നത്, കോൺവെക്സിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഐ പീസിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മിറേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ഷേപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പാരാബോളിക് ആയിട്ടുള്ള മിറേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാരാബോളിക് മിറേഴ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്പെരിക്കൽ അബ്രേഷൻ, ക്രോമാറ്റിക് അബ്രേഷൻ മാത്രമല്ല, അതുപോലെ തന്നെ സ്പെരിക്കൽ ലെൻസ് കൊണ്ട് ഉണ്ടാകുന്ന സ്പെരിക്കൽ അബ്രേഷൻ ഇല്ല, അതും കൂടി അവിടെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ മെയിൻ ആയിട്ട് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് എഴുതേണ്ട പോയിന്റ് എന്താണ്, മിറർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മിറർ ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്രോമാറ്റിക് അബ്രേഷൻ ഇല്ല, സ്പെരിക്കൽ അബ്രേഷൻ ഇല്ല. ആ ഫിഗർ ഫസ്റ്റ് വൺ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. റേ ഓഫ് ലൈറ്റ് വരുന്നു, കറക്റ്റ് ആയിട്ടൊന്ന് വരക്കാനും പഠിച്ചേക്കണേ, സിമ്പിൾ ആണ്, ഒന്നുമില്ല. ലെൻസിന് പകരം മിററാന്ന് മാത്രം നോക്കിയാൽ മതി. റേ ഓഫ് ലൈറ്റ് വരുന്നു, കണ്ട, വന്നിട്ട് കോൺകേവ് മിററിൽ തട്ടിയിട്ടാണ് അത് എങ്ങോട്ട് പോകുന്ന, കോൺവെക്സിലേക്ക് പോകുന്നു, അവിടെ നിന്നാണ് ഐ പീസിലേക്ക് പോകുന്നത്. ഓക്കെ, ഏതാണ്, മിറർ ആണ് വെച്ചേക്കുന്നത്, മിറർ ആണ് വെച്ചേക്കുന്നത്. ഇതിന്റെ റിഫ്ലക്റ്റിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ അതാ, ഞാൻ പറഞ്ഞില്ലേ, ലെൻസ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി മിറർ കോൺവെക്സ്, ഫസ്റ്റ് വൺ കോൺകേവ്, മറ്റേത് കോൺവെക്സ് വെച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയല്ല കൊടുത്തേക്കും. അതുകൊണ്ടാണല്ലോ ഇവിടെ നോക്കിക്കേടാ, കോൺവെക്സ് ആയതുകൊണ്ടല്ലേ ഈ സർഫസിലൊന്നും തട്ടുന്നത്. ഇവിടെ ലൈൻസ് കൊടുത്തേക്കുന്നുണ്ടല്ലേ, അത് കാണും. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഇല്ലേ, റിസോൾവിംഗ് പവർ. അതുകൂടെ പറഞ്ഞേക്കട്ടെ, അപ്പൊ ചാപ്റ്റർ കഴിയും. ഓക്കെ, അടുത്തത് റിസോൾവിംഗ് പവർ. റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. എല്ലാ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും റിസോൾവിംഗ് പവർ ഉണ്ട്. റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഇപ്പൊ ദൂരെയുള്ള ഒബ്ജക്ട്സ്, രണ്ട് ഒബ്ജക്ട്സ്, അതിനെനിക്ക് ഒന്നായിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുക. രണ്ട് ഒബ്ജക്ട് ഉണ്ട്, പക്ഷെ എനിക്ക് അതിനെ ഒന്നായിട്ടാണ് കാണുന്നത്. ദൂരെ നോക്കുമ്പോഴത്തേക്കും അത് രണ്ടും ക്ലോസ് ആയിട്ടിരിക്കുവാണ്. ഓക്കെ, ഇപ്പൊ ദൂരെയുള്ള ഏതെങ്കിലും രണ്ട് ഒബ്ജക്ട്, ഓക്കെ, അതിനെ എനിക്ക് ക്ലോസ് ആയിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുക. രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് നോക്കി കഴിയുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, രണ്ടും രണ്ട് സെപ്പറേറ്റ് ഇമേജ് ആണെന്ന് കാണാൻ പറ്റും. ഇത് അടുത്തുള്ള കേസ് അല്ല, ദൂരെയുള്ള കേസാണ് പറയുന്നത്. ഇപ്പൊ ദൂരെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണേ, ഏതെങ്കിലും ദൂരെ നല്ല ഡിസ്റ്റൻസ് ഉള്ള ദൂരെ സ്ഥലത്ത് രണ്ട് ഒബ്ജക്ട്സ് ക്ലോസ് ആയിട്ട് അടുത്തിരിക്കണം. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് രണ്ടും ഒറ്റ ഒരു ഇമേജ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അതിന് റിസോൾവിംഗ് പവർ ഉള്ളത് കൊണ്ട് അതിനെ കൂടെ നോക്കുമ്പോൾ എനിക്ക് എന്തായിട്ട് കാണാൻ പറ്റും, രണ്ടും രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. എഴുതിക്കോ, ഇറ്റ് ഈസ് ആൻ എബിലിറ്റി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ആ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ, മെറ്റീരിയലിൽ ഉള്ളത് തന്നെയാണ്, എന്നാലും എഴുതിക്കോ, പറയുമ്പോ അപ്പൊ അത് കിട്ടിക്കോളും. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് to produce, it is the ability of an optical instrument to produce distinctly separate image of ഇല്ല, മെറ്റീരിയലിൽ ഇല്ല. അത് എഴുതിയെടുത്തോ, റിസോൾവിംഗ് പവർ. ബുക്ക് കൊണ്ടുവന്നിട്ടില്ല, പേപ്പർ വേണോ? ഓക്കെ, എഴുതിയെടുത്തോട്ടാ. എവിടെ വരെ പറഞ്ഞു? എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ സെപ്പറേറ്റ് ഇമേജ് ഓഫ് ടു ക്ലോസ്ഡ് ബോഡീസ് അല്ലെ ക്ലോസ്ഡ് ഒബ്ജക്ട്സ്. ക്ലോസ്ഡ് ഒബ്ജക്ട്, ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്ട്. ഇപ്പൊ ദൂരെ ഇരിക്കുന്ന രണ്ട് ഒബ്ജക്ട് ആണെങ്കിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ദൂരെ ചെറിയ പൊടിയായിട്ടാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ, രണ്ട് സ്ഥലത്തായിട്ട് നിൽക്കുന്നത്. ഇത് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്ട് ആയതുകൊണ്ടാണ് എനിക്ക് ദൂരേക്ക് നോക്കിയപ്പോഴത്തേക്കും അത് ഒന്നായിട്ട് തോന്നിയത്. പക്ഷെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് റിസോൾവിംഗ് പവർ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ടെലസ്കോപ്പ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഹെവൻലി ഒബ്ജക്ട്സ് നമ്മൾ നോക്കുമ്പോൾ അത് ചിലപ്പോൾ രണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അടുത്തിരിക്കുമ്പോൾ അതിപ്പോ അടുത്തിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒന്നായിട്ടായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ നെഗ്ഡ് ആയതുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും,
ജസ്റ്റ് നമുക്ക് ഒന്നായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക, അത് രണ്ടും രണ്ടായിട്ട് തോന്നും. ആ ഒരു എബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റിസോൾവിംഗ് പവർ. ഓക്കെ, കിട്ടിയില്ലേ? ആ സെന്റൻസ് ഒന്ന് വായിച്ചേ, ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. ജസ്റ്റ് സിമ്പിൾ സെന്റൻസ് ആണ്, വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറയണം. ഓക്കെ, എന്താ കണ്ടന്റ് പറയാനാണല്ലേ, സെന്റൻസ് ആണ്. ദൂരെയുള്ള ഒബ്ജക്റ്റ്, ദൂരെയുള്ള രണ്ട് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ അവര് രണ്ടുപേരെ എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും, ആരെങ്കിലും രണ്ടുപേര്, ബാക്കിലിരിക്കുന്ന രണ്ടുപേര് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവര് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്, ഞാൻ ദൂരെ നിന്ന് നോക്കണമുണ്ട് എനിക്ക് ഒന്നായിട്ട് അവരെ തോന്നണത്. എന്റെ കണ്ണിന്റെ പ്രശ്നമൊന്നല്ലേ? ഓക്കെ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ കാണുന്ന ആ ഒബ്ജക്ട് തമ്മിലുള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അതുകൂടെ എഴുതിക്കോ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. Minimum distance, it is the minimum distance between two objects. It is the minimum distance. സൗരഭെ ക്യാമറ ഓൺ ചെയ്തേ. It is the minimum distance between two objects which can be seen as separate. Which can be seen as separate. Separate. Resolving power is inversely proportional to limit of resolution. Resolving power is inversely proportional to limit of resolution. Limit of, inversely proportional to limit of resolution. ഓക്കെ, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ അഡ്വാൻറ്റേജസ് വേണമെങ്കിൽ സൈഡിൽ ആ പോയിന്റ് ആയിട്ട് ആ മെറ്റീരിയൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്, there is no chromatic aberration. There is no chromatic aberration because here we use mirrors. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് മെറ്റീരിയൽ ഇല്ലല്ലോ. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഞാനിപ്പോ പറഞ്ഞു തന്നില്ലേ, ആ ഫിഗർ കാണിച്ച് പറഞ്ഞു തന്നില്ലേ, അതിനിപ്പോ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ആ ഫിഗർ വരക്കുക, അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറയാം. പിന്നെ അതിന്റെ വർക്കിംഗ് ചോദിക്കാറൊന്നുമില്ല. ഇൻ കേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് മനസ്സിലായില്ലേ, ആ പറഞ്ഞ രീതി ക്ലിയർ അല്ലെന്ന് ഞാൻ പറയണ ക്ലിയർ അല്ല. പിന്നെ ഓക്കെ, എവിടെയാ നമ്മൾ പറഞ്ഞേ, there is no chromatic aberration because here we use mirrors. അടുത്തത് ഓക്കെ, അടുത്ത പോയിന്റ് പാരബോളിക് മിറേഴ്സ്. പാരബോളിക് മിറേഴ്സ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് സ്പെരിക്കൽ അബറേഷൻ. പാരബോളിക് മിറേഴ്സ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് സ്പെരിക്കൽ അബറേഷൻ. ഏതാണ് സ്പെരിക്കൽ അബറേഷനാ? അതും ഈ പറയുന്ന പോലെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ പാരാബോളിക് ആയിട്ടുള്ള, അതായത് സ്പെരിക്കൽ മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഫോക്കസിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പാരാബോളിക് ആയിട്ടുള്ള ഷേപ്പിലുള്ള മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഫുള്ള് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. മെയിൻ പോയിന്റ് മിറേഴ്സ് യൂസ് ചെയ്യുന്ന എഴുതിയാൽ മതി, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അഥവാ ഇപ്പൊ 2 മാർക്കിനല്ല കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷനിലാണ് ഇപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. റിഫ്ലക്റ്റിങ്ങും ചോദിക്കുമ്പോൾ റിഫ്ലക്റ്റിങ്ങിനും കൂടിയാണ് അവിടെ മാർക്ക് വരുന്നതെങ്കിലും മാർക്ക് അനുസരിച്ച് എഴുതുക. ഓക്കെ, നോക്കിയിട്ട് എഴുതുക. ഇത് ചോദിക്കാറില്ല, എന്നാലും വിടരുത്, പഠിച്ചേക്കാം. വരക്കാനെങ്കിലും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. വർക്കിംഗ് നമുക്ക് എങ്ങനെയാലും എഴുതി വെക്കാം, വരക്കാൻ ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ കഴിഞ്ഞു, നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് നോക്കാം. അടുത്ത ക്ലാസ് വേണ്ട, ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ തിയറി ഒന്ന് ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് വരും. നീ ഉണ്ടാവില്ല, ഓക്കെ കുഴപ്പമില്ല, നിനക്ക് വരുന്ന ദിവസം കിട്ടോളാം. അപ്പൊ ട്യൂസ്ഡേ ഒപ്റ്റിക്സ് ഒന്ന് പഠിച്ചിട്ട് വാ.
ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എഴുതിക്കോളൂ, എന്നാലും എല്ലാം പഠിച്ചിട്ടോ ഏതാന്നൊന്നും പറയുന്നില്ല. ബാക്കി എല്ലാരും എഴുതണം കേട്ടോ, ജെഫ്രിനെ എഴുതണ്ട, ബാക്കി എല്ലാരും എഴുതണം. ആൽവിനെ എഴുതണം, ആൽവിൻ നമ്മുടെ പഴയ കോച്ച് എഴുതണം. എന്ത് നമുക്ക് എന്താ പഠിക്കാൻ ടൈം ഇല്ലാത്ത ഒന്നും വന്നു ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. അഖില് കഴിഞ്ഞ അടുത്തത് നമുക്ക് തരാം, ചാൻസ് തരാം. ഒന്നും മനസ്സിലാവണില്ലല്ലേ? ഇത് കണ്ട നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് ആകെ ഇത് ഭയങ്കര ഡയറക്റ്റ് ആയി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. കണ്ട, ഇത് സബ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഇത് കണ്ട, ഡയറക്റ്റ് ആണ്. ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ ചാപ്റ്റർ പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ കിട്ടില്ല, പോയി. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനും കണ്ട, ഡയറക്റ്റ് ആണ്, ഒന്നും പറയാനില്ല, പക്ഷെ ആംഗിൾ ഓഫ് പ്രിസം അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും. നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ പ്രിസം മനസ്സിലായി. പിന്നെ ഇതാണ്, ഇത് നോക്കിക്കേ, റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ആൻ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം. പ്രിസം സെയിം തന്നെ, പക്ഷെ കണ്ടീഷൻ പറഞ്ഞേക്ക് നോക്കിയാൽ പ്രിസം എന്ന് പറയുമ്പോൾ തന്നെ നോക്കുക എന്തായിരിക്കും. ഒരു ഇക്വേഷനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മിനിമം ഡീവിയേഷൻ ആംഗിൾ ഓഫ് പ്രിസം, ഡി എന്ന് പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ, എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം. ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇതിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നോക്കിക്കേ, റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ആൻ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം സഫേഴ്സ് എ മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡി, വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ആംഗിൾ 60. അപ്പൊ ആംഗിൾ ഓഫ് ദ പ്രിസം 60 ആണെന്ന് മനസ്സിലായില്ലേ? മിനിമം ഡീവിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 260. എലൈഷക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരെ കിട്ടുന്നുണ്ടോ? സ്പീഡാണ്. അതെനിക്ക് മനസ്സിലായുന്നുണ്ട്. ജെഫ്രിന് കിട്ടുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി. ഇത് മനസ്സിലായ? ഇത് ഫോർമുല പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ഇക്വേഷൻ കണ്ട, പ്രിസത്തിനെ റിലേറ്റ് ചെയ്ത് വരുന്ന, പ്രിസത്തിൽ കൂടി ഒരു പ്രിസം, ആ പ്രിസത്തിൽ കൂടി റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. ഒരു ലോങ് ഡെറിവേഷൻ ആണ് നമുക്കത് പഠിക്കാനുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിസത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കാം. ഇവിടെ ഡയറക്റ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ഡീവിയേഷന്റെ ഡി ആണ് ഇത്. ഓക്കെ, പിന്നെ എ വരുന്നത് ആംഗിൾ ഓഫ് ദ പ്രിസം, പ്രിസത്തിന്റെ ആംഗിൾ എ. ആ ഇക്വേഷൻ ആണ് ഇവിടെ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ദ പ്രിസം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, മിനിമം ഡീവിയേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നോക്കിയാൽ എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ആൻ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം. ഇക്വിലാറ്ററൽ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്ന? ഇക്വിലാറ്ററൽ ഈക്വൽ ആംഗിൾ ആണ്. അപ്പൊ ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ എത്ര? 60 ഡിഗ്രി. അത് അങ്ങനെയാണ്, 60 ഡിഗ്രി ആണ്. ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. അതുപോലെ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം എന്ന് പറയുമ്പോൾ അതിന്റെ ആംഗിൾ 60 ഡിഗ്രി ആണ്. നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി. സപ്പോസ് എ മിനിമം ഡീവിയേഷൻ, അപ്പൊ ഇതിനൊരു മിനിമം ഡീവിയേഷൻ ഉണ്ട്. ദാറ്റ് മിനിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പൊ ആംഗിൾ ഓഫ് ദ പ്രിസം എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, 60 ഡിഗ്രി ആണ്. അപ്പൊ 60 ഡിഗ്രി മിനിമം ഡീവിയേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം എന്നാ പറഞ്ഞേക്കുന്നത്. മിനിമം ഡീവിയേഷൻ ഈക്വൽ ആണ് എന്തിന്? ആംഗിൾ ഓഫ് പ്രിസത്തിന് ഈക്വൽ ആണ്. സോ ഡിയും എയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, ഞാൻ ചെയ്തേ. കിട്ടിയാ? അനന്തുവിന് കിട്ടിയായിരുന്നില്ലേ? വേഗം ചെയ്തോട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഫോർ ദ സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഫോർ ദ സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, the angle of refraction, the angle of refraction, the angle of refraction in 3 media, in 3 medium, in 3 medium
A, B and C in 3 medium A, B and C are 50 degree, 15 degree, 25 degree, 25 degree and 35 degree respectively, and 35 degree respectively. In which medium would the velocity minimum? In which medium would the velocity minimum? Reason പറയണേ. In which medium the velocity minimum? ഒന്ന് ആലോചിച്ച് നോക്കേ. കിട്ടിയോ? മിനിമം ഏതിനാ വരുന്നതെന്ന്? 25 അല്ല, 15 ആണ്. റീസൺ പറയണം. ഓക്കെ, റിഫ്രാക്ഷൻ വരുമ്പോ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യും. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 ബൈ N1 അല്ലെ? ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പൊ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് മീഡിയം ഇപ്പൊ എയർ ആണെന്ന് വിചാരിക്കും, നമ്മൾ 1 ആയിട്ട് എടുത്തു. ഓക്കെ, ഫസ്റ്റ് മീഡിയം 1 ആയിട്ട് എടുത്തു. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2. ഫസ്റ്റ് മീഡിയം N1 ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുത്തു, N2 ന്റെ N ആയിട്ട് എടുത്തു ഇരിക്കട്ടെ. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എന്നിന് നമുക്ക് എങ്ങനെ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു സി ബൈ വി. സി ബൈ വി എന്ന് എഴുതാലോ. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്ന കേസ് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ഫോർ ദ സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഐ എല്ലാത്തിനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സെയിം വാല്യൂ ഓഫ് മാക്സിമം അല്ലെ 35 പറയുന്നത്? ഓക്കെ, സെയിം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്നാ പറയുന്നത്. പിന്നെ സിയുടെ വാല്യൂ എത്രയായിരിക്കും? സെയിം തന്നെ ആയിരിക്കില്ലേ? എല്ലാ മീഡിയത്തിനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിയുടെ വാല്യൂവും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആറും ബിയും. അപ്പൊ നോക്കിക്കേ, തിരിച്ചെഴുതണേ. സൈൻ ആർ ബൈ സൈൻ ഐ ഈക്വൽ ടു വി ബൈ സി എന്ന് എഴുതി. ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി. ഓക്കെ, അപ്പൊ എത്ര വരും? 15. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ ആംഗിൾ ഏതിനാണോ കൂടുതൽ ഉള്ളത് മനസ്സിലായില്ലേ? ഏത് മാക്സിമം ആണോ? ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മിനിമം ആയിരുന്നു. മിനിമം അല്ലേ? ആ, മിനിമം ആണെങ്കിൽ 50, മാക്സിമം. ഇപ്പൊ മാക്സിമം തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആണെങ്കിൽ അപ്പൊ എത്ര വരും? 35. മനസ്സിലായല്ലേ? റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ വരുന്നത്. മനസ്സിലായോ? ഇതായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ചോദിക്കണത്. ഓക്കെ, അടുത്തത് ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യന് ജസ്റ്റ് പറഞ്ഞാൽ മതി. എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ അതേ ക്വസ്റ്റ്യൻ പറയാം. ഇത് എഴുതി കഴിഞ്ഞാ? എഴുതി കഴിഞ്ഞിട്ട് പറ. One five. ക്വസ്റ്റ്യൻ പിന്നെ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞില്ലേ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ദ ഫിഗർ ഷോസ് ഫിഗർ ജസ്റ്റ് റഫ് ആയിട്ട് വെച്ചാൽ മതി. ഫിഗർ ഷോസ് അത് എഴുതിയിട്ട് വരക്കാം കേട്ടോ. ഫിഗർ ഷോസ് എ റേ ഓഫ് ലൈറ്റ് falling normally on the face of an equilateral glass prism, having refractive index 3/2 placed in water of refractive index ആ പ്രിസം വാട്ടറിലാണ്. placed in water of refractive index 4/3 full stop 4/3. Will this ray suffer total internal reflection on striking the face? ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഫേസ് ഇവിടെ ഇത് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, അപ്പൊ ടോട്ടൽ ഇന്റേണൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ നമ്മൾ പഠിച്ചത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആവണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസത്തിലേക്കാണ് നോർമലി ആണ് വന്ന് വീഴുന്നത്. ഓക്കെ, നോർമലി ആണ് ഈ റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ sin c equal to 1/n21 അല്ലെ? sin c equal to 1/n21 ഇതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ, ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ക്രിട്ടിക്കൽ ആംഗിളും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ sin c equal to 1/n21 ആണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? sin c equal to n2/n1 ആണ്. അപ്പൊ 1/n2 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? n1/n2. That is refractive index of rarer medium with respect to refractive index of denser medium. ഇവിടെ rarer medium ഏതാ പറഞ്ഞിരിക്കുന്നത്? എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. This figure shows a ray of light falling normally on the face of an equilateral glass prism having refractive index 3/2 is placed. അപ്പൊ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? 3/2 ആന്നാ പറഞ്ഞേക്കുന്നത്. വരുന്നില്ല, ആവത്തില്ല. ഓക്കെ, അപ്പൊ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? 3/2. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്തിലാ? വാട്ടർ. അപ്പൊ വാട്ടർ ആയിരിക്കോ പ്രിസം ഗ്ലാസ് ആയിരിക്കോ റെയറർ? ഏതായിരിക്കും റെയറർ വരുന്നത്? വാട്ടർ. അപ്പൊ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 4/3. അപ്പൊ ചെയ്തേ 4/3/3/2.
8/9 വരും അല്ലെ. അപ്പൊ നോക്കിക്ക് ഇത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, ഒന്നും നോക്കാനില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഡെൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, വാട്ടറിന്റെ 4/3 അല്ലേ, വാട്ടറിന്റെ 4/3 തന്നിട്ടുണ്ട്. ഗ്ലാസ് പ്രിസത്തിന്റെ തന്നിരിക്കുന്നത് എത്രയാ, പ്രിസം ഈക്വൽ ടു 3/2 അല്ലേ. ഓക്കെ, 3/2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ വാട്ടർ ആണോ ഗ്ലാസ് ആണോ റെയറർ എന്ന് നോക്കുക. റെയറർ വാട്ടർ ആണ്. അപ്പൊ വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4/3/3/2. ഓക്കെ, അപ്പൊ എത്ര വരും, 8/9 എന്ന് വരും. കറക്റ്റ് അല്ലേ. 8/9 എന്ന് വരുമ്പോ ഏകദേശം 0.68. ഓക്കെ, അപ്പൊ 8/9 വരും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് കണ്ടുപിടിച്ച എത്ര വരുമെന്ന്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് നോക്കിക്കേ. ഈ റേ ഓഫ് ലൈറ്റ് അല്ലേ വന്ന് വീഴുന്നത്, നോർമലി ആണ് വന്ന് വീഴുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാനാണ്, ഇതൊരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാ. ABCDE. ഓക്കെ, ADE എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി. ഇത് ടോട്ടൽ ആംഗിൾ 90 അല്ലേ. ഓക്കെ, നോർമലി അല്ലേ വന്ന് വീഴുന്നത്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് എത്ര കിട്ടി, ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 വന്നു അല്ലെ. അപ്പോ ടോട്ടൽ ഇൻഡുള്ള റിഫ്ലക്ഷൻ നടക്കുവോ ഇല്ലയോ. 8/9 ഒന്ന് നോക്കിക്കേ. 8/9ന്റെ വാല്യൂ നമ്മൾ 0.88 ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.88 വരും. അപ്പൊ 0.88 എന്ന് പറയുമ്പോൾ സൈൻ C ഈക്വൽ ടു 0.88. സൈൻ 60യുടെ വാല്യൂ ആണ് എന്ത്, 0.88 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല, 0.88 ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 61 ആയിട്ട് വരും. അപ്പൊ ഇൻസിഡന്റ് ആംഗിളിന്റെ വാല്യൂ 60. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണ്, ക്രിട്ടിക്കൽ ആംഗിൾ 61 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുമോ, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ ചെയ്യാൻ പറ്റുമോ, കുറച്ച് ചിന്തിക്കണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ടൈം ആയോ, അത് പറഞ്ഞുതരാം. ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങിക്കോന്നാ.